ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2023+1 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സും ആണ് കേട്ടോ. सूचना 1 से 5 तक के प्रश्नों के उत्तर कोष्टक से चुनकर लिखें. 1 to 5 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാണ് വേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വീതമാണ്, അങ്ങനെ ടോട്ടൽ 5 മാർക്സ്. हेमा किस कहानी की पात्र है? दुख. 2 अंधकार का जल्दी लांघकर कौन आवेंगी? शशि किरणें. थर्ड वन अपराध किस विधा की रचना है? अपराध എന്താണ്? കഹാനിയാണ്. ഫോർത്ത് വൺ कहना नहीं आता किसकी रचना है? कहना नहीं आताയുടെ പോയറ്റ് ആരാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ആണ് പവൻ കരൺ. ഫിഫ്ത്ത് വൺ സംഭ്രാന്ത് മഹിള റെയിൽഗാഡി സെ ബാഹർ ക്യാ ഫാക്തി ജാ രഹി थी? അപ്പം ആ മാന്യയായ ഒരു സ്ത്രീ ട്രെയിനിൽ നിന്നും എന്താണ് പുറത്തോട്ട് എറിഞ്ഞുകൊണ്ടിരുന്നത്? ഫൽ ഫൂൽ കെ ബീജ്. നെക്സ്റ്റ് सूचना കവിതാൻഷ് പഠേ और 6 से 8 तक के प्रश्नों के उत्तर लिखें. താഴെ തന്നിട്ടുള്ള കവിത വായിച്ചിട്ട് 6 to 8 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. पत्थर की बेंच जिस पर अंकित है आंसू, थकान, विश्राम और प्रेम की स्मृतियां, इस पत्थर की बेंच के लिए भी शुरू हो सकता है किसी दिन हत्याओं का सिलसिला. 6th क्वेश्चन सिलसिला का समानार्थी शब्द कौन सा है? സിൽസിലയുടെ സെയിം മീനിങ് ഉള്ള വേർഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. പരമ്പര. 7th ക്വസ്റ്റ്യൻ പത്ഥർ की बेंच पर क्या क्या अंकित है? ഈ പത്ഥർ की बेंचिൽ എന്തൊക്കെയാണ് ഉള്ളത്? पत्थर की बेंच पर आंसू, थकान, विश्राम और प्रेम की स्मृतियां अंकित है. പിന്നെ 8th ക്വസ്റ്റ്യൻ എന്താണ്? ആസ്വാദന ടിപ്പണി എഴുതാനാണ്. അപ്പം അത് നമ്മൾ മുന്നേ കൂട്ടി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. सूचना 9 से 11 तक के प्रश्नों में से किन्हीं 2 के उत्तर लिखें. 9 to 11 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യേണ്ടത്. 9th ക്വസ്റ്റ്യൻ റിക്ഷേ വാലെ की आवाज में गहरी उदासी क्यों थी? അപ്പം ഈ ഓട്ടോക്കാരൻ്റെ ശബ്ദത്തിൽ ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ടായിരുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. रिक्शे वाले की आवाज में गहरी उदासी थी क्योंकि वह यात्री को असलम की मृत्यु के बारे में बता रहा था. ആ റിക്ഷക്കാരൻ അസ്ലമിന്റെ മരണവാർത്ത യാത്രിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് അത്രയും വിഷമമുള്ളതായിട്ട് തോന്നിയത്. 10th क्वेश्चन आनंद की फुलझड़ियां निबंध का यह कथन कौन किससे कहता है? मैं फल नहीं खा सकता तो क्या हुआ बेटा, तुम तो खा सकोगे, मेरे तुम्हारे नाती पोते तो खाएंगे. അപ്പം ആനന്ദ് की फुलझड़ियां എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഈ ഒരു സെന്റൻസ് ആരാണ് പറയുന്നത്, ആരോടാണ് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. യ കഥൻ ബൂഢെ ആദ്മീനെ നൗജവാൻ സെ കഹാ ഥാ എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ നൗജവാന്റെ അടുത്താണ് പറഞ്ഞത്. ആരാണ് പറഞ്ഞത്? ബൂഢ ആദ്മി. ओके नेक्स्ट 11th क्वेश्चन सिहर भरी कांपती आवेंगी मलयानिल की लहरें. മലയാനിൽ की लहरें कैसे आवेंगी? അപ്പം മലയാനിൽ की लहरें എങ്ങനെയാണ് വരുന്നത്, ആ കാറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ആണ് മലയാനിൽ की लहरें സിഹർ ഭരി കാപ്തി ഹുയി ആവേഗി. ആവേങ്കി എന്നാണ് ഇതിൽ എഴുതിയേക്കുന്നത്. ആവേങ്കി എന്ന് എഴുതിയാലും മതി, നോർമലി നമ്മൾ ആയെങ്കി എന്നാണ് എഴുതുക. നെക്സ്റ്റ് सूचना 12 से 15 तक के प्रश्नों में से किन्हीं 3 के उत्तर लिखें. അപ്പം 12 to 15 വരെയുള്ള ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത്. അതിൽ ഓരോ ക്വസ്റ്റ്യനും 4 മാർക്സ് ഇതാണ്. ടോട്ടൽ 12 മാർക്സ് ആണ് ഈ സെക്ഷന്. ജീവൻ വൃത്ത് വായിച്ചിട്ട് രാംധാരി സിംഗ് ദിൻകറിൻ്റെ ഒരു പ്രൊഫൈൽ എഴുതാനാണ് പറയുന്നത്. അപ്പം ടൈറ്റിലായിട്ട് രാംധാരി സിംഗ് ദിൻകർ ഒരു ബോക്സ് വരച്ചിട്ട് ടൈറ്റിലായിട്ട് രാംധാരി സിംഗ് ദിൻകർ എന്ന് കൊടുക്കുക. ബ്രാക്കറ്റിൽ 1908 to 1974. താഴെ हिंदी के प्रमुख कवि അല്ലെങ്കിൽ प्रमुख छायावादी कवि श्री रामधारी सिंह दिनकर का जन्म 23 सितंबर 1908 को सिमरिया बिहार में हुआ था. उनकी काव्य भाषा जन चेतना की वाहिका है. സാധാരണയിൽ ഉൻകി കൃതിയോं की विशेषता है എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റാറുണ്ട്. പക്ഷെ ഇവിടെ കൊടുത്തിട്ടുള്ള വിശേഷത അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്തെഴുതുക? उनकी काव्य भाषा जन चेतना की वाहिका है എന്നെഴുതുക. എന്നിട്ട് कुरुक्षेत्र, उर्वशी, रश्मिरथी, संस्कृति के 4 अध्याय आदि उनकी प्रमुख रचनाएं हैं. 24 अप्रैल 1974 को उनकी मृत्यु हुई എന്ന് എഴുതിയിട്ട് അവസാനിപ്പിക്കുക. 13th क्वेश्चन दोहे का भावार्थ लिखें. कामी क्रोधी लालची इनते भक्ति न होई, भक्ति करे कोई सूरमा, जाति भरण കുൽ ഖോയ്. ഇത് കബീർദാസിന്റെ ദോഹയാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല കേട്ടോ. 14th क्वेश्चन ये कथन पढ़े और इब्राहिम अली के चरित्र पर टिप्पणी लिखें.
താഴെ തന്നിട്ടുള്ള പോയിന്റ്സിനെ ബേസ് ചെയ്തിട്ട് ഇബ്രാഹിം അലിയുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ आप अपने सवारों, संगीनों और बंदूकों के जोर से हमें रोकना चाहते हैं, रोक लीजिए, मगर आप हमें लौटा नहीं सकते. जिस दिन हम लक्ष्य पर पहुंच जाएंगे उसी दिन स्वराज्य सूर्य का उदय होगा. അപ്പോൾ ഇതെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഇബ്രാഹിം അലി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ എന്താണ് രാജ്യസ്നേഹം കാണിക്കുന്ന ലൈൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറയുന്നത്. ആ ജുലൂസിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോയിൽ ഓൾറെഡി ഇത് ഉൾപ്പെടുത്തിയിട്ട് ഉള്ളതാണ് കേട്ടോ. 15th क्वेश्चन सही मिलान करें. करेक्ट आയിട്ട് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. बड़ा भाई अपाहिज होने पर भी अच्छा तैराक, छोटा भाई दुबला पतला कमजोर चिड़चिड़ा, पिता क्रोध में आकर पीटने वाला, माँ खून देखकर डर कर रोने वाली. അതാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് സൂചന ഗദ്यांश पढ़े और प्रश्न 16 से 17 तक के उत्तर लिखे. താഴെ തന്നിട്ടുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻസ് 16 to 17 आंसर ചെയ്യാനാണ് പറയുന്നത്. अमेरिका के प्रेसिडेंट बेंजामिन फ्रैंकलिन के बारे में एक सुंदर बात सुनी जाती है. उनके पास एक गरीब विद्यार्थी मदद मांगने के लिए आया. उससे उन्होंने $20 दिए. वे तो यह छोटी रकम देकर भूल गए, लेकिन वह विद्यार्थी इस उपकार को ना भूला. जब उसके दिन फिरे तब यह $20 लौटाने के लिए फ्रैंकलिन के पास गया. फ्रैंकलिन ने कहा, मुझे याद तो नहीं है कि मैंने यह रकम आपको कब दी, लेकिन खैर आप इसे अपने ही पास रखिए और जब आपके पास कोई ऐसा ही ज़रूरतमंद आए तो उसे यह दे दीजिए. അതാണ് പാരഗ്രാഫ്. ആനന്ദ് की फुलझड़ियाँ ഉള്ള ചാപ്റ്ററിൽ നിന്ന് എടുത്തതാണിത്. 16th क्वेश्चन बेंजामिन फ्रैंकलिन के पास मदद मांगने के लिए कौन आया और उन्होंने उसे क्या दिया. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ അടുത്തേക്ക് ആരാണ് ഹെൽപ്പ് ചോദിച്ചു വന്നത്, അദ്ദേഹം ആ ആൾക്ക് എന്താണ് കൊടുത്തത് എന്നാണ് ക്വസ്റ്റ്യനിൽ. बेंजामिन फ्रैंकलिन के पास मदद मांगने के लिए एक विद्यार्थी आया था, उन्होंने उसे $20 दिए. അതാണ് ആൻസർ. നെക്സ്റ്റ് ഖണ്ഡ് का സംക്ഷേപം करे. 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റി എഴുതാം. ടൈറ്റിൽ ഒരെണ്ണം കൊടുത്തിരിക്കണമെന്ന് മാത്രം. സഹായിത്താന്നോ അല്ലെങ്കിൽ ജറൂറത്ത്മന്ദോ കെ $20 അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടൈറ്റിൽ കൊടുക്കാം റിലേറ്റഡ് ആയിട്ട്. എന്നിട്ട് ഇതിനെ ചുരുക്കി എഴുതുക, 1/3 ആക്കിയിട്ട് എഴുതുക. അപ്പം അമേരിക്ക के प्रेसिडेंट बेंजामिन फ्रैंकलिन के पास एक ज़रूरतमंद लड़का मदद मांगने आया और उन्होंने उसे $20 दिए थे. जब अपने दिन फिरने के बाद वह लड़का उन्हें वह $20 लौटाने आया तो उन्होंने कहा कि इसे किसी ज़रूरतमंद को दे दें. അങ്ങനെ 2 ലൈനോ 3 ലൈനോ ആക്കിയിട്ട് നിങ്ങൾക്ക് അത് ചുരുക്കി എഴുതാവുന്നതാണ്. ടൈറ്റിൽ കൊടുക്കാൻ മറക്കരുത്. അതതിൻ്റെ ഫോർമാറ്റിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് ടൈറ്റിൽ എന്തായാലും കൊടുത്തിരിക്കണം. സൂചന 18 से 22 तक के प्रश्नों में से किन्हीं 3 के उत्तर लिखें. 18 to 22 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും 6 മാർക്സ് വീതമാണ്. അപ്പോൾ ടോട്ടൽ 18 മാർക്സ് ആണ് ഈ ഒരു സെക്ഷന്. 18th क्वेश्चन 5 जून को विश्व पर्यावरण दिवस के अवसर पर स्कूल में भाषण प्रतियोगिता हो रही है. विषय है वन नहीं तो जीवन नहीं. इसके लिए एक പോസ്റ്റർ തയ്യാർ करें. അപ്പോൾ എന്ത് ചെയ്യാം, ഒരു ഔട്ട്ലൈൻ വരയ്ക്കുക, പോസ്റ്ററിന് കൊടുക്കുക. എന്നിട്ട് പറഞ്ഞിട്ടുള്ളത് സ്കൂളിലാണ് ഒരു ഭാഷൺ പ്രതിയോഗിത നടക്കുന്നത് എന്നാണ്. അപ്പം ആ സ്കൂളിൻ്റെ പേര് വയ്ക്കുക, എന്നിട്ട് വലുതാക്കിയിട്ട് എഴുതുക पर्यावरण दिवस के अवसर पर भाषण प्रतियोगिता. എന്നിട്ട് താഴെ സ്ഥാൻ, സമയ, ഉദ്ഘാടൻ ആ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. എന്നിട്ട് സബ്കാ ഹാർദിക് സ്വാഗത്. വിഷയം കൂടിയും ഉദ്ഘാടൻ ആ ഇതിലെ പ്രതിയോഗിത കഴിഞ്ഞിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് എഴുതുമല്ലോ. ഉദ്ഘാടൻ, സ്ഥാൻ, സമയം, അതിൻ്റെ താഴെ വിഷയം കൂടിയും എഴുതാം, കുഴപ്പമില്ല. എന്നിട്ട് സബ്കാ ഹാർദിക് സ്വാഗത്, ഭാഗ് ലേ ഓർ ഇനാം ജീത്തെ അങ്ങനെ എന്തെങ്കിലും എഴുതാം താഴെ, ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പോസ്റ്ററിലും അതുപോലെ തന്നെ പരസ്യത്തിലൊക്കെ അങ്ങനെ അട്രാക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും സെന്റൻസസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. 19th क्वेश्चन असलम के संबंध में यात्री और उसके ऑफिस के मित्र के बीच की बातचीत लिखें. असलम के साथ यात्रा करना, असलम से उनका व्यवहार, मृत्यु की खबर. അപ്പം അസ്ലമിനെ സംബന്ധിച്ച് യാത്രിയുടെ ഒരു കലീഗിനായിട്ട് സംസാരിക്കുന്നതായിട്ട് ഒരു കോൺവെർസേഷൻ എഴുതാണ് വേണ്ടത്. അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ അസ്ലമിനോടൊപ്പം യാത്ര ചെയ്തിരുന്നത്, എന്നിട്ട് യാത്രി അസ്ലമിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്ത രീതി, അതുപോലെ തന്നെ അസ്ലം മരിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞത്. അപ്പോൾ ഇത് മുന്നേ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്, ആൻസറാണ്. അതുകൊണ്ട് ഇപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. 20th क्वेश्चन अंग्रेजी संवाद का हिंदी में अनुवाद करें.
അപ്പം ഇംഗ്ലീഷ് കോൺവെർസേഷൻ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇത് പക്ക റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് +1 ഓർ +2 ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, റാം മേ ഐ കം ഇൻ ടീച്ചർ. റാം क्या मैं अंदर आ सकता हूँ टीचर. टीचर यस वर यू yesterday. हाँ कल तुम कहाँ थे. राम माई मदर वॉज इल आई वेंट विथ हर टू द हॉस्पिटल. അപ്പോൾ റാം പറയാണ് मेरी माँ बीमार थी मैं उनके साथ अस्पताल गया था. टीचर हाउ इज शी नाउ. टीचर ചോദിക്കുകയാണ് अब वह कैसी है. राम नाउ शी इज ऑल राइट. वह अब ठीक है. टीचർ हाँ ठीक है എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ ഹോസ്പിറ്റലിന്റെ अस्पताल അതുപോലെ ഇൽനെ ബീമാർ അത് നിങ്ങൾക്ക് ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. 21st क्वेश्चन. तो इस अपराध के लिए मुझे क्षमा कौन कर सकता है. पश्चातापग्रस्त छोटा भाई अपनी डायरी लिखता है. वह डायरी लिखे. खेल में घायल होना, घर में झूठ बोलना, बड़े भाई को दंड मिलना. അപ്പം അബ്രാദ് സ്റ്റോറിയിലെ ഛോട്ടെ ബായി ഈ താൻ ചെയ്ത തെറ്റിനെ കുറിച്ച് പശ്ചാത്തപിക്കുകയാണ്. അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡയറി എഴുതാനാണ് പറയുന്നത്. ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ കളിയുടെ ഇടയിൽ മുറിവേറ്റത്, അതുപോലെ തന്നെ വീട്ടിൽ കള്ളം പറഞ്ഞത്, പിന്നെ അനിയൻ കാരണം ചേട്ടന് പണിഷ്മെന്റ് കിട്ടിയത്. ദണ്ട് എന്ന് വെച്ചാൽ എന്താണ് പണിഷ്മെന്റ്. ഓക്കെ, അപ്പം ഇതും ഒന്നെങ്കിൽ ലെറ്റർ അല്ലെങ്കിൽ ഡയറി ആയിട്ട് ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. बेसिक डायरी फॉर्मेटिल आ सम्मरी एഴുതണം അത്രേ ഉള്ളൂ. 22nd क्वेश्चन. जी हाँ मैनेजर साहब ने भी इस बारे में मेरी तारीफ की है. हाई स्कूल में मुझे हस्तलिपि के लिए पहला पारितोषिक भी मिला था. बैंक का क्लर्क इस घटना को अपने आत्मकथांश में लिखता है. वह लिखे. बैंक में क्लर्क का नीरस काम, लेखक के मुख से तारीफ सुनना, प्रसन्न हो जाना. അപ്പം ആനന്ദ് കി ഫുൽജഡിയ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ലാസ്റ്റ് പറയുന്നുണ്ട് എന്താണ് ഈ ലേഖകൻ ബാങ്കിൽ പോയിട്ട് അവിടുത്തെ ഒരു ക്ലർക്കിന്റെ ഹാൻഡ് റൈറ്റിംഗ് കാണുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും. അപ്പം അദ്ദേഹം പറയുന്നതാണ്, ആ ക്ലർക്ക് പറയുന്നതാണ്, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതായതുകൊണ്ട് തന്നെ എനിക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് കോമ്പറ്റീഷനൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട് എന്ന്. അപ്പം ലേഖകൻ ഈ ഹാൻഡ് റൈറ്റിങ്ങിനെ അഭിനന്ദിച്ചപ്പോൾ ഈ ക്ലർക്കിന് വളരെയധികം സന്തോഷമായി. ആ അവസരത്തിൽ ഈ ബാങ്കിലെ ക്ലർക്കിന്റെ ആത്മകഥ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആത്മകഥയ്ക്ക് ഒരു ടൈറ്റിൽ കൊടുക്കുക, എന്നിട്ട് താഴെ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ബാങ്കിലെ ക്ലർക്കിന്റെ ജോലി എത്ര മൊണോട്ടണസ് ആണ്, ഇങ്ങനെ ബോറിംഗ് അല്ലേ, എപ്പോഴും ഒരേപോലത്തെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ഒരു ജോലിയുടെ നീരസം, അതുപോലെ ലേഖകൻ അദ്ദേഹത്തെ കോംപ്ലിമെന്റ് ചെയ്തത്, അതുപോലെ തന്നെ അത് കേട്ടിട്ട് ഈ ക്ലർക്ക് സന്തോഷിച്ചത്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ എഴുതേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആത്മകഥ ആയതുകൊണ്ട് ഞാൻ എന്ന് വെച്ചിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. मैं बैंक में हर रोज़ जाता हूँ, वहाँ पर मेरा काम नीरस भरा होता है, मैं उखड़ा उखड़ा सा रहता हूँ, അങ്ങനെ വേണം എഴുതാൻ വേണ്ടിയിട്ട്. तो एक दिन जब एक आदमी അല്ലെങ്കിൽ एक लेखक बैंक में आए तो उन्होंने मेरी लिपि देखकर उसकी तारीफ की. मैं यह सुनकर बहुत खुश हुआ और उनसे कहा कि मुझे स्कूल में पढ़ते वक्त मुझे हाई स्कूल में हस्तलिपि के लिए पहला पारितोषिक भी मिला था. मुझे बहुत खुशी हुई कि किसी ने तो मेरी तारीफ की, किसी एक ने तो मेरी तारीफ की. അങ്ങനെ ഇതിപ്പോൾ ഞാൻ ഷോർട്ടായിട്ടാണ് പറയുന്നത്, നിങ്ങൾ എഴുതുമ്പോൾ ഇത്തിരി കൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതണം കേട്ടോ. അതും ഒരു ബോക്സിലാക്കി എഴുതിക്കോളൂ. 23rd क्वेश्चन. സഹി മിലാൻ കർ. ഇത് പാരിഭാഷിക് ശബ്ദാവലിയാണ്, 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം കറക്റ്റായിട്ട് മാച്ച് ചെയ്യുക. ഫയൽ, സഞ്ചിക, ഔട്ട്പുട്ട്, ബഹിർപാദ്, പബ്ലിക്, സാർവജനിക്, സൈൻ ഔട്ട്. സൈൻ ഔട്ട് എന്ന് പറയുമ്പോൾ പ്രസ്ഥാൻ, സിംബൽ, संकेत, स्पैम, अनचाह, रिसोर्स, संसाधन, सेव, सहेजें. 24 से 26 तक के प्रश्नों में से किन्हीं 2 के उत्तर लिखें. 24 to 26 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും 8 മാർക്സ് വീതം. ടോട്ടൽ ഈ ഒരു സെക്ഷന് 16 മാർക്സ് ആണ്. 24th क्वेश्चन. बाजार में हाल ही में नए मॉडल का पेंसिल आया है, इसकी बिक्री बढ़ाने के लिए आकर्षक विज्ञापन तैयार करें. പരസ്യമാണ് പറയുന്നത്. അപ്പോൾ ഒരു ബോക്സ് വരയ്ക്കുന്നു, എന്നിട്ട് വലുതാക്കി എഴുതുക. എന്താണ്? സിത്താര പെൻസിൽസ് की तरफ से नया पेंसिल എന്നിട്ട് വലുതാക്കി എഴുതുക. എന്നിട്ട് വിശേഷതായി എന്ന് കൊടുത്തിട്ട് താഴെ എഴുതുക, പോയിന്റ് ആക്കിയിട്ട് സുന്ദർ ലിഖാവൾ വിഭിന്ന രംഗോമേ. എന്നിട്ട് എവിടെയെങ്കിലും സൈഡിലായിട്ട് അട്രാക്റ്റീവായിട്ട് എഴുതുക, 5 ഖരീദനെ പർ 1 മുഫ്ത്. അതതിൻ്റെ ഓഫറാണ്. ഓക്കെ, അങ്ങനെ എഴുതിയിട്ട് അവസാനിപ്പിക്കുക.
പിന്നെ ഇതിലാണെങ്കിൽ പ്രൈസ് കൊടുത്തിട്ടില്ല, ഇത്ര രൂപ എന്ന് കൊടുത്തിട്ടില്ല. അപ്പൊ അത് എവിടെയെങ്കിലും സൈഡിൽ സിർഫ് 2 रुपये में അങ്ങനെയൊക്കെ എഴുതാം നിങ്ങൾക്ക്. 25th ക്വസ്റ്റ്യൻ, കിസി ഏക് मनपसंद ഫിലിം की സമീക്ഷ करे. അപ്പോൾ ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഫിലിമിന്റെ സമീക്ഷ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. താരെ ജമീൻ പറിന്റെ സമീക്ഷ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. 26th क्वेश्चन, बाल श्रम देश की प्रगति के लिए बाधा है, बाल श्रम को रोकने के लिए सरकार द्वारा की गई कार्रवाइयों की सूचना पाने के लिए सार्वजनिक सूचना अधिकारी रोजगार मंत्रालय नई दिल्ली के नाम एक सूचना अधिकार पत्र लिखे എന്നാണ് പറയുന്നത്. സൂചനാ കാ അധികാർ അധിനിയം 2005 അനുസരിച്ചിട്ട് ഈ സൂചനാ അധികാർ പത്രം എങ്ങനെയാണ് എഴുതാന്നുള്ള ബേസിക് ഫോർമാറ്റ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൽ ആർക്കാണ് ലെറ്റർ എഴുതേണ്ടത് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാർവജനിക് സൂചന അധികാരി റോസ്ഗാർ മന്ത്രാലയ് നെയ് ദില്ലി. ആരാണ് എഴുതുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും ആളുകളുടെ പേര്, റാൻഡം ആയിട്ടൊരു പേര്, പിന്നെ ബാൽശ്രമിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം വേണമെങ്കിൽ സ്കൂളിൽ നിന്ന് എഴുതുന്ന പോലെ എഴുതുകയാണെങ്കിൽ അധ്യാപക് അഭിഭാവക് സംഘ് ഒരു സ്കൂളിന്റെ പേര് അങ്ങനെ കൊടുക്കാം. ആരാണ് എഴുതുന്നത് എന്നുള്ളതിന് ഡീറ്റെയിൽസ് വേണമല്ലോ. അല്ലെങ്കിൽ ജസ്റ്റ് ഒരാളുടെ പേര്, അഡ്രസ്സ് അങ്ങനെ കൊടുത്താലും മതി. എന്നിട്ട് വിഷയ് എന്താണ്, बाल श्रम को रोकने के लिए सरकार द्वारा की गई कार्रवाइयों से संबंधित എഴുതുക. എന്നിട്ട് പിന്നെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കേണ്ടത്. बाल श्रम को रोकने के लिए सरकार की तरफ से क्या क्या कार्रवाइयाँ की गई है, किसी बच्चे को बाल श्रम करते हुए पाए जाने पर उसकी सूचना किस कार्यालय में देनी चाहिए, बाल श्रम को रोकने के लिए क्या क्या नियम है. അങ്ങനെ ഒരു 3, 4, 5 ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത്. പിന്നെ ഫോൺ നമ്പറിനെ കുറിച്ച് ചോദിക്കുന്നത്. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസിലും ഉപയോഗിക്കാൻ പറ്റിയ, അതായത് ഇവിടുത്തെ സബ്ജക്റ്റ് മാറുമ്പം മാറ്റി മാറ്റി ഉപയോഗിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഒക്കെ മുന്നേ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഒരു 4, 5 ക്വസ്റ്റ്യൻസ്, 3, 4 എഴുതിയാൽ മതി. 5 എഴുതുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അങ്ങനെ എഴുതിയിട്ട് ആ ഫോർമാറ്റിൽ അത് എഴുതി അവസാനിപ്പിക്കുക കേട്ടോ. ഇതൊക്കെ ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ സ്കിപ്പ് ചെയ്യുന്നത്, ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്, ഫോർമാറ്റ് എപ്പോഴും സെയിം ആണ്. പിന്നെ ലാസ്റ്റ് ചോദിക്കുന്ന ഈ സൂചന അധികാരിൻ്റെ അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഫോർമാറ്റ് ഏതാണ്ട് സെയിം ആണ്. വിഷയം ഒന്ന് മാറ്റി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആരും ഈ ക്വസ്റ്റ്യൻ ഒന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ വീഡിയോൻ്റെ കോമെൻറ്റ് സെക്ഷനിൽ ഒന്ന് എഴുതി അറിയിക്കണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുന്ന കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സജഷൻസിൻ്റെ കോമെൻറ്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.